ആയിട്ട് പ്രചരിപ്പിക്കരുത്. നമ്മളിത് കണ്ടല്ലോ, ഒരു അടച്ചിട്ടിരുന്ന ബ്ലോക്കാണ് തകർന്നതെന്ന് വെച്ചാൽ അത് ഇടിഞ്ഞ് വീണത്. അവിടെ ടോയ്ലറ്റ് ബ്ലോക്കാണ് ഉണ്ടായിരുന്നത്. അത് ഉപയോഗശൂന്യമായതുകൊണ്ട് മറ്റു വാർഡുകളിൽ അതിന് പകരം ടോയ്ലറ്റുകൾ നിർമ്മിച്ച് അതാണ് ആളുകൾ ഉപയോഗിച്ച് വന്നിരുന്നത്. അങ്ങനെയാണ് പ്രിൻസിപ്പളും സൂപ്രണ്ടും ഇവിടെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സർജിക്കൽ ബ്ലോക്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ആ ബ്ലോക്കിനോട് ചേർന്ന് നിർമ്മിച്ച ഏതോ ഘട്ടത്തിൽ നിർമ്മിച്ച ഒരു ടോയ്ലറ്റ് ബ്ലോക്കാണ്. അപ്പോൾ സർജിക്കൽ ബ്ലോക്ക് 68 വർഷം മുൻപ് നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ആ ബിൽഡിങ്ങിലുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ പണം അനുവദിച്ചുകൊണ്ട്, ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന് മൊത്തമായി നമ്മൾ അനുവദിച്ചത് 536 കോടി രൂപയാണ്. ഈ ബിൽഡിങ് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ബിൽഡിംഗ് സർജിക്കൽ ബ്ലോക്കാണ്. അവിടെ 360 ബെഡാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ടോട്ടൽ 565 ബെഡുകളാണ് നമുക്കിവിടെ ഇടാനായിട്ട് കഴിയുക. നമ്മൾ നിൽക്കുന്നത് ICUവിലാണ്. അപ്പോൾ ഇത് മെയ് മാസം 30-ാം തീയതി ഇതിന്റെ ഒരു ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ എല്ലാം നമ്മൾ തയ്യാറാക്കി അതിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരുന്നു. ഇതിന് ഓപ്പറേഷൻ തിയേറ്ററുകൾ മാത്രമാണ് നമുക്കിനി അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ടുള്ളത്. പക്ഷെ അതിനുവേണ്ടി കാക്കാതെ തന്നെ ഈ വാർഡിലെ ആളുകളെ 360 പേരെയും ഇവിടേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ദയവായിട്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തരുത് എന്നുള്ളതാണ് അഭ്യർത്ഥിക്കുന്നത്. ഒരു സുരക്ഷാ ഭീഷണിയും നിലവിലില്ല. ഒരു സുരക്ഷാ ഭീഷണിയും ഇല്ല. നമുക്ക് അത്രയും പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജ് നടത്തുന്നത്. ആളുകൾ എവിടെ പോകും, എവിടെ ആശ്രയിക്കും? കയ്യിൽ ഇപ്പോൾ ഒരു കരൾമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ വേണം. കോട്ടയം മെഡിക്കൽ കോളേജ് കരൾമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ സംസ്ഥാനത്ത് ആദ്യമായിട്ട് 2022 ആരംഭിച്ച മെഡിക്കൽ കോളേജാണ്. എത്രയാണ് സ്വകാര്യ മേഖലയിലെ ഇതിന്റെ ചെലവ്? 40-45 ലക്ഷം രൂപയാണ്. അപ്പോൾ കരൾമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ നമുക്കറിയാം വൃക്കമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ പോലെയല്ല. പെട്ടെന്ന് തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ ഇപ്പോൾ അത് കമ്മിറ്റിയുടെ മുമ്പാകെ വന്ന 12 മണിക്കൂറിനുള്ളിൽ അതിന്റെ കൺസെന്റ് കൊടുത്തിരിക്കണം. കാരണം പേഷ്യന്റ് സ്ഥിതി വേഴ്സ് ആകും എന്നുള്ളതാണ്. അപ്പോൾ നിന്ന നിൽപ്പിൽ 4000 രൂപ ഒന്നിച്ചെടുക്കാൻ കഴിയാത്തൊരു വ്യക്തിയോട് ഈ കരൾമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യാൻ പറഞ്ഞാൽ എവിടെ പോയി ചെയ്യും? അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഇത് തീരുമാനിച്ച് ഇപ്പോൾ ഇവിടെ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കരൾമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നു. അത് ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് നടന്നു. 10 കരൾമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയ നമ്മൾ നടത്തി. കോഴിക്കോട് ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഇതൊരു ജനകീയമായിട്ടുള്ള കേരളത്തിന്റെ ഒരു ബദലാണ്, ഒരു ആരോഗ്യ സംവിധാനമാണ്. അത് ഇപ്പോൾ എത്രയോ ലക്ഷങ്ങൾ ചെലവ് വരുന്ന ശസ്ത്രക്രിയകൾ നമ്മുടെ ഇവിടെ സൗജന്യമായി മിതമായ നിരക്കിൽ ചെയ്യുന്നു. അതുകൊണ്ട് സാധാരണക്കാർക്ക് ആശ്രയവും പ്രതീക്ഷയുമാണ്. ദയവായി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തരുതെന്നുള്ളത് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അത്തരത്തിൽ ചിലർ ഇതിനു വേണ്ടിയിട്ട് വളരെ ബോധപൂർവമായ ശ്രമം നടത്തുന്നു.